രാജ്യത്തുണ്ടായ വ്യാവസായിക മുന്നേറ്റം വീടുകളിലേക്ക് എത്തിയത് ഗൃഹോപകരണങ്ങളുടെ രൂപത്തിലാണ്. ഇതിൽ ഏറ്റവുമധികം പ്രചാരം നേടിയ ഒന്നാണ് വാഷിംഗ് മെഷീൻ. ഇന്ത്യയിൽ 90കളുടെ അവസാനത്തോടെ വാഷിംഗ് മെഷീൻ ഇല്ലാത്ത വീടുകൾ വിരളമായി മാറി. എന്നാൽ അവിടെയും ഉയർന്ന തോതിൽ ഭാരം കൂടിയ വസ്ത്രങ്ങളെ അലക്കി വൃത്തിയാക്കുന്ന ജോലികളും ഒപ്പം ഡ്രൈ ക്ലീനിംഗ് ജോലിയും ഗാർഹിക ആവശ്യങ്ങൾക്കുതകുന്ന യന്ത്രങ്ങൾക്ക് സാധ്യമല്ലാതെ വന്നു. ഈ സാഹചര്യത്തിലാണ് വ്യാവസായികാടിസ്ഥാനത്തിൽ ലൗണ്ടറികളും ഒപ്പം ഡ്രൈ ക്ലീനിംഗ് വ്യവസായത്തിനും പ്രസക്തി ഏറിയത്. 90 കാലഘട്ടങ്ങൾക്ക് മുൻപേ തന്നെ ലൗണ്ടറികൾ ഉണ്ടായിരുന്നുവെങ്കിലും അത് വൻകിട നഗരങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്നു. പഞ്ചനക്ഷത്ര ഹോട്ടലുകൾ മാത്രമായിരുന്നു ഉപഭോക്താക്കൾ. എന്നാൽ ഇന്ന് ചെറുപട്ടണങ്ങളിൽ ഉൾപ്പെടെ ലൗണ്ടറികൾ വ്യാപകമായി കാണാം. ഗാർഹിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഭാരം കൂടിയ വസ്ത്രങ്ങളും തുണിത്തരങ്ങളും ഇന്ന് ലൗണ്ടറികളിലേക്കെത്തുകയാണ്. വലിയൊരു തൊഴിൽ സാധ്യത കൂടി ഈ മേഖലയിൽ ഉയർന്നു വന്നിട്ടുണ്ട്. കോതമംഗലം നഗരത്തിലെ ലോണ്ടറി ഡ്രൈ ക്ലീനിംഗ് ആവശ്യക്കാരുടെ എണ്ണത്തിൽ ദിനംപ്രതി കാണുന്ന വളർച്ചയെ മികച്ച സാധ്യതയായി കണ്ട് പുതുതായി പ്രവർത്തനമാരംഭിച്ചിരിക്കുകയാണ് അക്വാ ക്ലീൻ ലോണ്ടറി ആൻഡ് ഡ്രൈ ക്ലീനിംഗ്. ആലുവ മൂന്നാർ റോഡിൽ അയ്യങ്കാവ് പെട്രോൾ ബങ്കിന് എതിർവശത്തായി VV ആർക്കേഡിൽ പ്രവർത്തനമാരംഭിച്ചിരിക്കുകയാണ് അക്വാ ക്ലീൻ ലോണ്ടറി ആൻഡ് ഡ്രൈ ക്ലീനിംഗ്. സനു കെ ബെന്നി, രഞ്ജിത്ത് ബേബി എന്നിവരാണ് അക്വാ ക്ലീൻ ലൗണ്ടറി ആൻഡ് ഡ്രൈ ക്ലീനിംഗിന്റെ സംരംഭകർ. നിരവധി പ്രത്യേകതകൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇവർ ലോണ്ടറി ആൻഡ് ഡ്രൈ ക്ലീനിംഗ് സംരംഭത്തിന് തുടക്കമിട്ടിരിക്കുന്നത്. ഉപഭോക്താക്കൾ ഏറ്റവുമധികം പ്രാധാന്യം നൽകുന്ന ഒന്നാണ് സുരക്ഷ. കേടുകൂടാതെ വസ്ത്രങ്ങൾ തിരികെ നൽകാൻ കഴിയുക എന്നത് ഒരു മികച്ച ലൗണ്ടറിയുടെ പ്രഥമ ഉത്തരവാദിത്തമാണ്. ഇക്കാര്യത്തിൽ ഏറ്റവുമധികം ശ്രദ്ധ ചെലുത്തുന്നതുകൊണ്ട് തന്നെ ഇവർ ഇമ്പോർട്ടഡ് വാഷിംഗ് ലിക്വിഡാണ് തുണികൾ വൃത്തിയാക്കുന്നതിനായി ഉപയോഗിക്കുന്നത്. നിറം ഇളകുന്നതുൾപ്പെടെയുള്ള കേടുപാടുകൾ ഇതുമൂലം തടയാനാകും. ഇതോടൊപ്പം തന്നെ ഏറെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് തുണികൾ വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്ന വെള്ളത്തിന്റെ ഗുണനിലവാരം. ജലവിതരണ പൈപ്പുകളിലെ വെള്ളമല്ല, മറിച്ച് കുടിക്കുന്നതിന് സാധ്യമായിട്ടുള്ള കിണർ വെള്ളമാണ് ഇവർ വസ്ത്രങ്ങൾ വൃത്തിയാക്കാനായി മെഷീനുകളിൽ ഉപയോഗിക്കുന്നത്. മറ്റൊന്നാണ് ഇവർ ഉപയോഗിക്കുന്ന യന്ത്രങ്ങളുടെ ഗുണമേന്മ. ഇന്ത്യക്ക് അകത്തും വിദേശ രാജ്യങ്ങളിലും ഉപഭോക്താക്കളുള്ള ലോൺമാർക്ക് കമ്പനിയുടെ യന്ത്രങ്ങളാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഉപഭോക്താക്കൾ പ്രധാനമായും ശ്രദ്ധിക്കുന്ന മറ്റൊന്നാണ് സമയം. വൃത്തിയാക്കാൻ നൽകുന്ന തുണിത്തരങ്ങൾ തിരികെ നൽകാനെടുക്കുന്ന സമയം ഏറെ പ്രധാനപ്പെട്ട ഒന്നാണ്. പരമാവധി 3 ദിവസത്തിനുള്ളിൽ തുണികൾ അലക്കി അയൺ ചെയ്ത് നൽകുമെന്ന കാര്യത്തിൽ ഇവർ ഉറപ്പ് നൽകുന്നു. വാഷിംഗ് പോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് ഡ്രൈ ക്ലീനിംഗ്. ഉയർന്ന ഗുണനിലവാരമുള്ള ഹൈഡ്രോ കാർബൺ ലിക്വിഡാണ് ഇവർ ഉപയോഗിക്കുന്നത്. ഡ്രൈ ക്ലീനിങ്ങിന് പരമാവധി 4 ദിവസമാണ് ആവശ്യമായി വരുന്ന സമയം. മണിക്കൂറിൽ 15 കിലോ വസ്ത്രങ്ങളാണ് ലൗണ്ടറിയുടെ ശേഷി. ദിവസവും 10 മണിക്കൂറാണ് ലൗണ്ടറി പ്രവർത്തിക്കുക. ഏകദേശം 150 കിലോ വസ്ത്രങ്ങൾ പ്രതിദിനം വൃത്തിയാക്കി അയൺ ചെയ്ത് നൽകാൻ സാധിക്കും. കോതമംഗലം നഗരപരിധിക്കുള്ളിൽ നിന്നും വസ്ത്രങ്ങൾ ശേഖരിക്കുന്നതും തിരികെ നൽകുന്നതും തികച്ചും സൗജന്യമായിട്ടാണെന്നും ഇവർ പറയുന്നു. വ്യാഴാഴ്ച രാവിലെ 10 മണിക്ക് സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം MLA ഷിബു തെക്കുംപുറം നിർവഹിച്ചു. അപ്പോൾ തീർച്ചയായും ഇങ്ങനൊരു സ്ഥാപനം എല്ലാ തരത്തിലും ഈ നാട്ടിലെ ജനങ്ങൾക്ക് പ്രയോജനമായിരിക്കുമെന്ന് ഞാൻ അഭിമാനത്തോടു കൂടി പറയട്ടെ. പ്രത്യേകിച്ച് ആധുനിക സാങ്കേതികവിദ്യ പൂർണ്ണമായും പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് ഈ സ്ഥാപനം ഇവിടെ ഇന്ന് പ്രവർത്തനം ആരംഭിക്കുന്നത്. സാങ്കേതികവിദ്യയുടെ സഹായത്തോടു കൂടി മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായും വളരെ വേഗത്തിൽ നമുക്ക് നമ്മുടെ സേവനങ്ങൾ ലഭ്യമാകുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. മുനിസിപ്പൽ ചെയർപേഴ്സൺ ഭാനുമതി രാജു തിരി തെളിയിച്ചു. കവളങ്ങാട് ബ്ലോക്ക് പ്രസിഡന്റ് ബാബു ഏലിയാസ്, എംബിറ്റ്സ് ഡയറക്ടർ ഡോക്ടർ ഷാജൻ കുര്യാക്കോസ്, SBI റിട്ടയർഡ് മാനേജർ ജഗൻ ജോസഫ്, വാർഡ് കൗൺസിലർമാരായ PR ഉണ്ണികൃഷ്ണൻ, അരുൺ ബോബൻ, ജോർജ് അമ്പാട്ട്, ഷിബു കുര്യാക്കോസ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് KCB ന്യൂസ്.